എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇന്ന് എൻ്റെ 9ാമത്തെ ദിവസമാണ്. ഞാൻ എഗെയിൻ ഒരു സങ്കടമുള്ളൊരു കാര്യം പറയാൻ വന്ന കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി ഈ ചാനലുകൊണ്ട് ഉദ്ദേശിച്ച മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഇനി താല്പര്യമുള്ള ആൾക്കാർക്കൊരു പ്രചോദനം, അതുപോലെ നമ്മൾ ഏതെല്ലാം സിറ്റുവേഷനിലൂടെ കടന്നു പോകും എന്നുള്ളതിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഒത്തിരി യൂട്യൂബ് നോക്കിയ സമയത്ത് ആരും ഇങ്ങനെ ഇത്രയും വ്യക്തമായിട്ട് ഡേ ബൈ ഡേ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് ഫസ്റ്റത്തെ അവസ്ഥയും പിന്നത്തെ അവസ്ഥയും, അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ വന്നതിന് ശേഷം പണ്ടത്തെ ഒരു തിരിഞ്ഞു നോട്ടം എന്ന രീതിയിലൊക്കെ ഉള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ഒത്തിരി കണ്ടിട്ടൊക്കെയാണ് ഞാനിത് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഈ HNS ഞാൻ ചെയ്ത ഒരു പുള്ളിക്കാരൻ്റെ 2 വീഡിയോ ഞാൻ കണ്ടു. പുള്ളി ഇവിടെ നിന്ന് അങ്ങോട്ട് പോണതും തിരിച്ച് വരണതൊക്കെ കണ്ടു. പിന്നെ ആ ഒത്തിരിയും കമൻ്റ് ഉണ്ടായിരുന്നു, ബ്രോ ഇപ്പോൾ എന്താ സിറ്റുവേഷൻ, എന്തായി. പക്ഷെ അതിനൊന്നും ഫർദറായിട്ടുള്ള വീഡിയോസൊന്നും പിന്നെ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത് മെയിനായിട്ട്. കാര്യം ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരുടെ ഒരു മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം ഞാൻ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഡെയിലി ഉള്ള വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. ഇന്നത്തെ അപ്ഡേറ്റ് ഇതാണ്. അപ്പോൾ എൻ്റെ 2ാമത്തെ ദിവസത്തെ അപ്ഡേറ്റാണ്. എൻ്റെ 2 കണ്ണിൽ നല്ല നീര് സ്വെല്ലിങ് വന്നിട്ട് ഇങ്ങനെ നിൽക്കണത്. എൻ്റെ സമയദോഷം കൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ നല്ല സമയം കൊണ്ടാണോ, ഇനി ആ HNS ക്ലിനിക്കിൻ്റെ സമയദോഷം കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, ആ വീഡിയോ നന്നായിട്ട് വൈറലായി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഒരു 34,000 വ്യൂസ് എങ്ങാണ്ട് അതിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം കാണുന്നത് ആ വീഡിയോ മാത്രമാണ്. അപ്പോൾ പാവം ഡോക്ടർ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു വിഷമം പറഞ്ഞു വെച്ചാൽ, ആ വീഡിയോസ് കണ്ട് ഡോക്ടറിന് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. പലരും ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാർ പോലും അത് കണ്ടിട്ട് ഇപ്പോൾ ചെയ്യണില്ല എന്നൊരു ഇതിലെത്തിയിട്ടുണ്ട്. അപ്പം എനിക്കിപ്പം ഈ ഒരു ചെറിയ റേറ്റിന്, അതായത് തുച്ഛമായ റേറ്റിന് എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്നെപ്പോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്കും അതേ റേറ്റിന് ചെയ്താൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോസ് കൊണ്ട് കാണിക്കാൻ ഉദ്ദേശിക്കണം. ഇതിപ്പം നമുക്ക് ഈ ഒരു റേറ്റ് കുറച്ച് അവരുടെ റേറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റേറ്റ് കുറച്ച് ചെയ്ത് തന്ന ഹോസ്പിറ്റലുകാർക്ക് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അത് ഭയങ്കര വിഷമമുള്ള കാര്യം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ചെയ്യണം എന്നുള്ള ആൾക്കാർക്കൊരു പ്രചോദനമാവണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്തു പോലും തുടങ്ങിയത്. ഈ ചാനൽ പോലും ഞാൻ ഓപ്പൺ ആക്കിയത്. അതിപ്പം ഞാൻ നല്ലൊരു കാര്യം ചിന്തിച്ചിട്ട് ഇപ്പോൾ അത് നേരെ ദോഷത്തിലോട്ട് ഭവിക്കുന്ന ഒരു സ്റ്റേജിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കാണുന്ന എല്ലാ ആൾക്കാരും എൻ്റെ ആ കണ്ണ് സ്വെല്ലിങ് എനിക്ക് ആദ്യത്തെ ഒരു 2 അത് ഓൾറെഡി നമ്മൾ അവിടെ ചെന്ന് കൺസെൻറ്റ് ഒപ്പിട്ട് കൊടുക്കുമ്പോഴും അവരുടെ ഒരു പേപ്പർ വായിക്കാൻ തരും. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 3 അല്ലെങ്കിൽ 1 മുതൽ 5 ദിവസം വരെയും നല്ല സ്വെല്ലിങ് ഉണ്ടാവും, ഡിപ്പെൻസ് പേഴ്സണാണ്. എനിക്ക് ഇത്രയും സ്വെല്ലിങ് വന്ന കാരണം ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞാൽ എനിക്ക് മലന്ന് കിടക്കാൻ പറ്റൂലായിരുന്നു. എനിക്ക് ഗ്രാഫ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ കമിഴ്ന്ന കിടന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നീര് മുഖത്തിറങ്ങിയത്. ആർക്കും അത്രയും നീര് വരില്ല. അപ്പം എൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നുകൊണ്ടാണ് ഇത്രയും നീര് വന്നത്. അല്ലാതെ HNS ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഇത്രയും നീര് വന്ന് കണ്ണ് പഴുത്ത് പൊട്ടും, അതൊക്കെ വ്യാജ പ്രചാരണമാണ്. അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ 2ാമത്തെ ദിവസം ഇടയ്ക്ക് ഒരു കോൾ വന്ന് അങ്ങനെ കട്ടായിപ്പോയി വീഡിയോ. എനിക്ക് ആ 1ാമത്തെ ദിവസം ചെയ്തതിൻ്റെ അടുത്ത ദിവസം എനിക്ക് രാവിലെ ഇത്രയും ഭാഗത്ത് നീര് വന്ന്, 2ാമത്തെ ദിവസം എനിക്ക് ഗ്രാജുവലി നീര് മുകളിൽ നിന്ന് താഴോട്ട് വരിക. ആ കണ്ണിൻ്റെ ഏരിയ എത്തി. എനിക്ക് ഒരു ദിവസം കണ്ണിൻ്റെ ഏരിയ നിന്ന് ആ സമയത്താണ് എനിക്ക് ഇത്രയും ഭാഗത്ത് ഉണ്ടായിരുന്നത്. അത് എനിക്കൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തില്ല. അത് അങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബ്രോ ഇത് നാച്ചുറലാണ്, മീൻസ് നാച്ചുറൽ എന്നൊരു വേർഡ് ഉപയോഗിച്ചുകൂടാ. ഇതിങ്ങനെ ആവും എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയാം. ഞാൻ അതിനെപ്പറ്റി ബോധവാനാണ്. ഞാൻ അതിനെപ്പറ്റി ബോധവാനാണ്. എനിക്ക് അതിന് പേടിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇതിപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ സർക്കുലർ ആവുമ്പോൾ ആ ഹോസ്പിറ്റലിനെ അത് ബാധിക്കുന്നു. ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ പലരും പിന്മാറണമെന്നൊക്കെ ഇങ്ങനെ അറിയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അത് ഒരിക്കലും അങ്ങനെ ഒരു സംഭവമില്ല. പഴയ വീഡിയോ ആണ്. അതെനിക്ക് സെക്കൻഡ് ഡേയിൽ അങ്ങനത്തെ സ്വെല്ലിങ് ഉണ്ടായി. ഞാൻ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെ സ്വെല്ലിങ് ഉണ്ടാവും, ആരും പേടിക്കേണ്ട, പാനിക്കാവണ്ട എന്ന് ഞാൻ ഉദ്ദേശിച്ച ആ വീഡിയോ ഉണ്ട്. അല്ലാതെ ബ്രോ HNS ഇപ്പോൾ 10 രൂപയ്ക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഇത്രയും വലിയ സ്വെല്ലിങ് വന്നു, നിങ്ങൾ ആരും അവിടെ പോയി ചെയ്യരുത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനത്തെ സ്വെല്ലിങ് വരാൻ സാധ്യത ഉണ്ട്. എനിക്ക് എക്സ്ട്രീം ലെവൽ സ്വെല്ലിങ് വന്നു. 4 ദിവസം എനിക്കത് മാറി ഓക്കെ ആയി. സോ നിങ്ങൾ ആരും പാനിക്കാവേണ്ട ഒരു കാര്യമില്ല. ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ചെയ്യാം. നിങ്ങളെല്ലാവരും HNS തന്നെ പോയി ചെയ്യണം എന്ന് ഞാൻ വാദിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് എവിടെ ചെന്നപ്പോൾ നല്ല ഹോസ്പിറ്റാലിറ്റി, അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് എല്ലാം കിട്ടിയപ്പോൾ എന്നെ പോലത്തെ സാധാരണ ആൾക്കാർക്ക് ചെറിയ തുച്ഛമായ വിലയ്ക്ക് അവിടെ നിന്ന് ചെയ്തിറങ്ങാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് തെളിയിക്കാനാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളതിനെ ആലോചിച്ച് നോക്കുക. പല സ്ഥലങ്ങളിലും 30 രൂപ 40 രൂപ പെർ ഗ്രാഫ്റ്റിന് ഉള്ളിടത്ത് അവർ 10 രൂപയ്ക്ക് സഫയർ മെത്തേഡ്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് വിശ്വസിച്ച് അവിടെ ചെയ്തു, നിങ്ങൾക്ക് നീഡിൽ നിങ്ങൾക്ക് എന്നാണ് ഉപയോഗിക്കുന്നത് എങ്ങനെ അറിയാം.
ബ്രോ നമ്മുടെ മുമ്പിൽ നിന്നാണ് പുതിയ നീഡിൽ ഒരു സീല് പൊട്ടിച്ച് നമ്മളെ കാണിച്ചെടുക്കുന്നത്. ആരോമൽ എന്ന് പേരെഴുതിയ സാധനം സീല് നമ്മളെ മുന്നിൽ നിന്ന് പൊട്ടിച്ച് നേഴ്സ് അത് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ നീഡിൽ, അതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഓപ്പണാണ്, എല്ലാം ട്രാൻസ്പെറൻസിയാണ്. അവിടെ ഒളിമറ ഒന്നുമില്ല ബ്രോ. അവിടെ ധൈര്യമായിട്ട് ചെയ്യാം. ഞാൻ അവിടുത്തെ പ്രൊമോട്ടറല്ല, ഞാനവിടെ പ്രൊമോഷൻ അവിടെ നിന്ന് നിങ്ങളെ കസ്റ്റമേഴ്സിനെ പിടിച്ചു കൊടുത്ത കമ്മീഷനോ അങ്ങനെ ഒന്നുമേ എനിക്കില്ല. ഞാൻ അവിടെ നിന്ന് റീസെൻ്റായിട്ട് ചെയ്തിറങ്ങിയ ഒരു വ്യക്തിയാണ്. ഞാൻ യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അവിടെ ചെയ്തിറങ്ങിയ ആൾക്കാർ 2-3 പേര് പ്രോപ്പറായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പം എന്നാൽ കഴിയുന്ന വിധം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ, ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവിടെ ചെയ്താൽ വേറെ ബുദ്ധിമുട്ടോ ദോഷമോ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഇതിപ്പോൾ ഞാനൊരു കണ്ണ് ചൊല്ലിയെന്നതിൻ്റെ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ ചെയ്യായിരുന്ന പല ആൾക്കാരും പാനിക്കായിട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറയുന്ന സ്റ്റേജാണെന്നൊക്കെ ഞാൻ അറിഞ്ഞത്. ഇപ്പം അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാര്യം മുടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം, അല്ലേ? ഉണ്ടെങ്കിലും ജീവിക്കാം, ഇല്ലെങ്കിലും ജീവിക്കാം, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കും, നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുമായിരിക്കും. എൻ്റെ പേഴ്സണൽ കാര്യം എനിക്ക് പറയാൻ പറ്റും. എനിക്ക് അങ്ങനെയാണ്. എനിക്ക് മുടി ഇല്ലാത്തപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാറുണ്ട്. പലപ്പോഴും ഞാൻ ക്യാപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഈ ചില സന്ദർഭങ്ങളിൽ ക്യാപ്പ് വയ്ക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഞാൻ ക്യാപ്പ് വയ്ക്കുകയും അതെടുത്ത് മാറ്റുന്ന ആൾക്കാർ പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലൊരു ഇതുണ്ടോ, നമുക്കിപ്പം പണ്ട് ജനിച്ചപ്പോഴേ മുടി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് പണ്ടേ മുടിയില്ല, ഓക്കെ, ഞാൻ ഹാപ്പിയാണ്, പ്രശ്നമില്ല. എന്നെ പണ്ടേ ആൾക്കാർ കണ്ട ഇങ്ങനെ തന്നെയാണ്, ഓക്കെയാണ്. പക്ഷേ എനിക്കൊരു 25 വയസ്സ് 26 വയസ്സ് വരെ നല്ല മുടി, പനങ്കൊല പോലെ മുടി ഉണ്ടായിരുന്നിട്ട് ഒരു 4 വർഷം കൊണ്ട് അത് മൊത്തം കൊഴിഞ്ഞ് പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ അതേ സങ്കടത്തിൽ കൂടെ പോകുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ടാവും. ഇപ്പം ഇതില്ല, മുടി ഇല്ലെങ്കിൽ എന്താണ് എന്ന് വാദിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് തരാൻ എൻ്റെ അടുത്ത് മറുപടിയുമില്ല. എൻ്റെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ടെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതും ഇതിൽ എൻ്റെ ഡെയിലി അപ്ഡേറ്റ് അറിയിച്ച് പോയതും. ബ്രോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. നിങ്ങൾ 30 രൂപ ഉള്ളിടത്ത് ചെയ്യുന്നാലും കുഴപ്പമില്ല, 50 രൂപയ്ക്ക് ചെയ്താലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ കൺസേൺ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ക്യാഷിൻ്റെ എലിജിബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. എവിടെ ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച കാര്യമേ അല്ല. ഞാൻ എത്ര രൂപയ്ക്ക് ചെയ്തു, എനിക്ക് എന്തൊക്കെ അവിടെ നിന്ന് കിട്ടി, ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഈ ചാനലിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? സോ എൻ്റെ 2ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ആ കണ്ണ് സ്വെല്ലിങ്. അത് ആ ഹോസ്പിറ്റലിൻ്റെ പുറത്തുള്ളൊരു അലിഗേഷനോ അങ്ങനെ ഒന്നുമല്ല. അങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി എനിക്ക് നന്നായിട്ട് മുന്നേ അറിയാമായിരുന്നു. ഞാൻ എൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ പിന്നെ എൻ്റെ 3ാമത്തെ ദിവസവും 4ാമത്തെ ദിവസവും എല്ലാം അത് കുറഞ്ഞു വരുന്നത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് പാവം ആ ഹോസ്പിറ്റലുകാരുടെ കഷ്ടകാലത്തിനായിരിക്കും ആ വീഡിയോ മാത്രം വൈറലായി. ഇന്നലെ രാത്രി ഞാൻ കിടക്കുമ്പോഴും ഒരു 2.2K വ്യൂസ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ 34K വ്യൂസായി. അത് നല്ല വൈറലായി ആ വീഡിയോ. അപ്പം നമുക്കിത് കണ്ട ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർ നോക്കുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തലയൊട്ടി പഴുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. വേറെ എവിടെ ഏതൊരു ഡെന്റിസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 2 പേരും മരിച്ചു. അപ്പം മൊത്തത്തിൽ ഈ മേഖലയോട് തന്നെ ആൾക്കാർക്കൊരു ഭയത്തോടുകൂടി നോക്കിക്കാണുന്ന സിറ്റുവേഷനാണ്. ആ സമയത്ത് താണ്ട് അടുത്ത വേറൊരുത്തം വന്നിരുന്നിട്ട് 2 കണ്ണ് ഉണ്ടായിട്ടിരിക്കണം, അവൻ്റെ കണ്ണ് പൊട്ടിത്തെറിക്കോ, ഒരാൾ പറയണം അത് കുത്തിപ്പൊളിച്ചാകത്തുനിന്ന് ചെലം വരും, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യം, ആ ഒരു സിറ്റുവേഷനിലൂടെ ചില ആൾക്കാർക്ക് കടന്ന് പോകേണ്ടി വരും. സ്വെല്ലിങ് വന്നതിൻ്റെ കാരണം ഞാൻ വ്യക്തമായി രേഖപ്പെടുത്തി. എനിക്ക് മലർന്നു കിടക്കാൻ പറ്റിയിരുന്നില്ല, ഞാൻ കിടന്ന കമഴ്ന്നാണ്. സോ എനിക്ക് നല്ല സ്വെല്ലിങ് മുഖത്ത് വന്നതാണ്. എനിക്കത് 4ൻ്റെ അന്ന് പൂർണ്ണമായിട്ട് മാറി. ഇന്ന് എൻ്റെ 9ാമത്തെ ദിവസമാണ്. എനിക്ക് ഒരു സ്വെല്ലിങ്ങും ഇല്ല, നിങ്ങൾക്ക് നന്നായിട്ട് നോക്കാം. എനിക്ക് യാതൊരു സ്വെല്ലിങ്ങും ഇല്ല. എൻ്റെ വെച്ച ഗ്രാഫ്റ്റ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ എൻ്റെ തലയിലുണ്ട്. ഞാൻ ഫുള്ളി ഓക്കെയാണ്. ഇതിപ്പോൾ ഞാൻ കാരണം ആ പാവപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും വലിയൊരു പേരുദോഷമായി എന്നുള്ളത് എനിക്ക് ഭയങ്കര വശമുള്ളവരാണ്. അതുപോലെ ആൾക്കാരെല്ലാം അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക. അതെൻ്റെ 2ാമത്തെ ദിവസത്തെ സിറ്റുവേഷൻ ആയിരുന്നു. അത് 3, 4, 5, 6 ദിവസങ്ങളിലത് പൂർണ്ണമായിട്ട് മാറി. ഞാൻ ഫുള്ളി ഓക്കെ ആയി. എൻ്റെ ഈ ഡോണർ ഏരിയ പോലും ഫുള്ളി ഉണങ്ങി. എനിക്ക് ഒരു സീനും ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങളെല്ലാവരും ഞാൻ പോയി ചേർത്ത് പോയി ചെയ്യണമെന്ന് ഞാൻ അവകാശപ്പെടില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. ഞാൻ അവിടെ പ്രൊമോഷൻ ചെയ്യണില്ല. നിങ്ങളെല്ലാവരും HNS പോയി ചെയ്യണം ഞാൻ ഒരിക്കലും പറയില്ല ബ്രോ. ഞാൻ ചെയ്ത രീതികൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾക്ക് അവിടെ പോകണമെങ്കിൽ പോവാം, പോകണമെങ്കിൽ പോകണ്ട. ഞാൻ പ്രൊമോഷൻ ചെയ്യാൻ ആളല്ല. എനിക്ക് അങ്ങനത്തെ യാതൊരു ഉദ്ദേശവും ഇല്ല. ഞാൻ കടന്നു വന്ന സിറ്റുവേഷൻ ഞാൻ വ്യക്തമായിട്ട് ഈ ഒരു ചാനലിലൂടെ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ആ കടന്നു വന്ന സിറ്റുവേഷനാണ് എൻ്റെ 2ാമത്തെ ദിവസത്തെ ഒരു അവസ്ഥയാണ് ഞാൻ ആ കാണിച്ചത്. ആ സ്വെല്ലിങ് അത് വൈറലായിപ്പോയി. എല്ലാവരും പാനിക് ആയിട്ടുണ്ട്. ഒത്തിരിയും കമൻസ് ഒന്നും എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തപ്പോൾ ഞാൻ ഓക്കെയാണ്, എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇതെൻ്റെ 9ാമത്തെ ദിവസവും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളി ഓക്കെയാണ്. ഒരു സെല്ലിങ്ങും ഇല്ല, ഒന്നുമില്ല, ആൾ ഓക്കെയാണ്. ആ HNS ആരും പഠിക്കരുത്. അത് നല്ല സ്ഥാപനമാണ്, നല്ല കെയറായിട്ട് നമ്മളെ നോക്കിയ സ്ഥാപനമാണ്. നല്ല നഴ്സുമാരാണ്, നല്ല ഡോക്ടറാണ്, നല്ല ടെക്നീഷ്യന്മാരാണ്.
ഞാൻ അഗെയിൻ ടെക്നീഷ്യന്മാർ നല്ലതെന്ന് പറയാൻ കാരണം എനിക്ക് ചെയ്യുന്നതിൻ്റെ ഒരുപാട് സമയങ്ങളിൽ ഞാൻ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അനസ്തേഷ്യ എനിക്ക് വേനെടുക്കും, ഞാൻ ഒന്ന് നിർത്തി വയ്ക്കാൻ പറയും, അവർ നിർത്തി വയ്ക്കും. ഗ്രാഫ്റ്റ് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പം ഞാൻ നിർത്തി വയ്ക്കാൻ പറയും, അവർ നിർത്തി വയ്ക്കും. അവരൊരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്ത്, അവർ യാതൊരു ബുദ്ധിമുട്ടും കാണിച്ചിട്ടില്ല. സോ നല്ല ഹോസ്പിറ്റലാണ്, നിങ്ങൾക്ക് അവിടെ പോകണമെങ്കിൽ പോവാം, പോകണമെങ്കിൽ പോകണ്ട. ഞാൻ പറഞ്ഞു ആരും പോകണമെന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോവാം. ഞാനത് ഒട്ടും പ്രൊമോഷൻ ചെയ്യാനില്ല. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. എൻ്റെ റിസൾട്ട് ഇതാണ്, നിലവിൽ എൻ്റെ റിസൾട്ട് ഇതാണ്. എനിക്ക് ചെയ്തിട്ട് ഇപ്പോൾ 9 ദിവസമായിട്ടുള്ളൂ. എൻ്റെ ഭാവിയിലെ റിസൾട്ട് ഞാൻ ഈ ചാനലിൽ കൂടെ കാണിച്ച് തന്നെ പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഓക്കെ, ബൈ, നമസ്കാരം അഗെയിൻ.